നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വോട്ടും കട്ടനിലേക്ക് സ്വാഗതം. ഇന്ന് വോട്ടും കട്ടൻ പരിശോധിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇക്കുറി ആര് വിജയിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനാദ്യം സ്ഥാനാർത്ഥികളിൽ തീരുമാനമാകേണ്ടതുണ്ട്. LDF സ്ഥാനാർത്ഥി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. UDF CP ജോണിനെ മുൻനിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. BJP സ്ഥാനാർത്ഥി ഇന്ന് കരമന ജയൻ മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്കും എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ തിരുവനന്തപുരത്ത് എന്താകും മത്സരം, ആരായിരിക്കും വിജയ്, എന്തായിരിക്കും അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് വോട്ടും കട്ടനും ചർച്ച ചെയ്യുന്നത്. ഇന്ന് എന്നോടൊപ്പം സുജിത് ചന്ദ്രനും ആൽവിൻ തോമസുമാണുള്ളത്. ആദ്യം ആൽവിൻ തോമസിലേക്ക് തന്നെ പോവാം. ആൽവിൻ, ഒരുപക്ഷെ CP ജോണിനെ നിർത്തി മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. എങ്ങനെയായിരിക്കും ഇത്തവണ? നിശ്ചയമായും UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CP ജോണിനെ അവിടെ ഇറക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് CP ജോൺ എന്ന ആൾക്ക് ഒരു ജയിക്കുന്ന സീറ്റ് കൊടുക്കണം എന്നുള്ളത് UDF ഇത്തവണ കണക്ക് കൂട്ടിയാണ് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് ഏത് സീറ്റ് ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചത്. CP ജോണിനെ ജയിക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കണമെന്നുള്ളത് നിർദ്ദേശം നൽകിയത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ആവശ്യപ്പെട്ട ഏത് സീറ്റാണെങ്കിലും കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് തിരുവനന്തപുരം സീറ്റ് CP ജോണിന് നൽകിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CP ജോണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നത് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പോളം മത്സരിച്ച ആളാണ്. 2001 മുതൽ 2021 വരെ മത്സരിച്ച ആളാണ്. 2011 487 വോട്ടിനെങ്ങാണ്ടാണ് 81 വോട്ടിനെങ്ങാണ്ടാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് ബാബുവും പാലിശ്ശേരിയോട്. കുന്നമംഗലമായിരുന്നു ആദ്യം 3 മണ്ഡലമെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് കുന്നംകുളത്തായിരുന്നു 3 മണ്ഡലമെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് കോഴിക്കോട് കുന്നമംഗലത്തായിരുന്നു. അപ്പോൾ ഇതെവിടെ എല്ലാം പരാജയം അറിഞ്ഞുവെങ്കിൽ പോലും CP ജോൺ UDFിന് അനിവാര്യനായ ഒരു മനുഷ്യനാണെന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഇത്തവണ എന്ത് വിധേനയും ജയിപ്പിക്കുമെന്നത് തന്നെയാണ് UDFിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ നേരത്തെ വന്ന് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് തർക്കങ്ങളില്ലാതെ തന്നെയാണ് വന്നിട്ടുള്ളത്. ശിവകുമാർ ആ സീറ്റിന് വേണ്ടി ക്ലെയിം ചെയ്തു എങ്കിൽ പോലും, അദ്ദേഹം മുൻ MLA ആണെങ്കിൽ പോലും ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മറ്റൊരു കലാപവും ഉണ്ടാക്കാതെ CP ജോണിന് വേണ്ടി ആ സീറ്റ് നൽകുകയാണ്. CP ജോണിനെ സംബന്ധിച്ചിടത്തോളം ലാറ്റിൻ മേഖല ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ നായർ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും UDFിന് അപ്പർ ഹാൻഡ് വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ CP ജോണിന് ഇത്തവണ മത്സരം വലിയ തെറ്റില്ലാത്ത മത്സരം നടത്തി ഒരു പക്ഷേ നിയമസഭയിലേക്ക് ആദ്യമായി കയറാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ LDFിന് സ്ഥാനാർത്ഥിയായിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി സുധീർ കരമന ഉൾപ്പെടെയുള്ള ആളുകൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സുധീർ കരമന ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയെ എത്തിയേക്കും എന്നുള്ളൊരു ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. ഇപ്പോൾ അത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. സുരേന്ദ്രൻപിള്ള ഇതുവരെ ഓക്കെ പറഞ്ഞിട്ടില്ല. LDFിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത, പ്രത്യേകിച്ച് VS ശിവകുമാറിനെ പോലെ ഒരാളെ തോൽപ്പിച്ച് നേടിയ സീറ്റാണ്. അവിടെ ഇപ്പോൾ നിലനിർത്തുക എന്നുള്ളത് വലിയ അഭിമാന പ്രശ്നമാണ്. ആന്റണി രാജു കേസിൽപ്പെട്ട് പ്രശ്നമായതോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കും LDFിൻ്റെ സാധ്യത? ആന്റണി രാജുവിൻ്റെ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആന്റണി രാജു തന്നെ മത്സരിക്കേണ്ട മണ്ഡലമായിരുന്നു. ആന്റണി രാജു മത്സരിച്ചിരുന്നെങ്കിൽ ആന്റണി രാജുവിന് അവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായേനെ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മൊത്തത്തിൽ തെറ്റില്ലാത്ത പെർഫോമൻസ് അവിടുത്തെ LDF MLAമാർ മൊത്തത്തിൽ കാഴ്ചവെച്ച സമയത്ത് മന്ത്രിയായിരുന്നിട്ട് കൂടി കാര്യമായ പെർഫോമൻസ് ആന്റണി രാജുവിന് കാഴ്ചവെക്കാൻ പറ്റാതിരുന്ന മണ്ഡലമാണ്. അവിടേക്ക് സുധീർ കരമനയാണ് വരുന്നതെങ്കിൽ സുധീർ കരമനയുടെ സാംസ്കാരിക കലാപാരമ്പര്യം, ഏറെക്കാലമായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധം ഒക്കെ കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ സുധീർ കരമനയ്ക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ CP ജോണിനെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാൽ CP ജോൺ തൃശ്ശൂർക്കാരനാണ്. പക്ഷേ CP ജോൺ ഏറെക്കാലമായിട്ട് തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ മണ്ഡലങ്ങളിലെ ഏതൊരു വാർഡിൽ കൊണ്ട് വെച്ചിട്ട് അവിടുത്തെ പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിലേക്ക് ഞാൻ അതിൻ്റെ പുറകെ സംസാരിക്കാം. പക്ഷേ അവിടുത്തെ ഒരു സാധാരണക്കാരനോട് ഇപ്പോൾ ഒരു ഗ്രാമീണ മേഖലയിലോ എവിടെ കൊണ്ടുവന്നത് CP ജോൺ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടി വരും. CP ജോണിന് യാതൊരു തരത്തിലുള്ള അടിത്തട്ട് ബന്ധവുമില്ലാത്ത സ്ഥലമാണ്. മാത്രവുമല്ല അതൊരു മാസസിൻ്റെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയക്കാരനല്ല ഒരു ഘട്ടത്തിലും. CP ജോൺ മോശക്കാരനാണെന്നല്ല പറയുന്നത്, എക്കണോമിസ്റ്റാണ്, നല്ല പ്രാസംഗികനാണ്, ഈ UDF നിരയിലെ ഒരു ബുദ്ധി അല്ല ഒരു ഇൻ്റലക്ച്വൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ ഒരു പാർലമെൻറ്റേറിയനായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു MLA ആക്കി വെക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ ഒരു അപ്പർ ഹാൻഡൊക്കെ അദ്ദേഹത്തിനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സേഫായിട്ടുള്ള മണ്ഡലമായിരുന്നു. ആലും പറയുന്ന പോലെയല്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം പോലെ തന്നെയാണ് ഈ മണ്ഡലം എന്നാണ്. അപ്പോൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതായത് ഈ വട്ടിയൂർക്കാവിനും അതേപോലെ പിന്നെ നേമത്തിനും ഇടയിൽ ഒരു നീണ്ട മണ്ഡലം, നഗരമണ്ഡലം തൊട്ടങ്ങ് കടലിൽ പോയി മുട്ടി നിൽക്കുന്ന പോലത്തെയാണ് ആ ഒരു മണ്ഡലത്തിൻ്റെ ഘടന. ആ മണ്ഡലത്തിൻ്റെ ഒരു വോട്ടർമാരുടെ പൊതു സ്വഭാവം എന്ന് പറയാൻ ഒരു പൊതു സ്വഭാവം ഇല്ല എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതയാണ്. ഒന്ന്
ലാറ്റിൻ മേഖലയിലുള്ള ആളുകളുടെ കഴിഞ്ഞ തവണ ആൻ്റണി രാജു ജയിക്കാനും കാരണം ലാറ്റിൻ മേഖലയുടെ ഒരു പിന്തുണയായിരുന്നു. പിന്നെ നഗരകേന്ദ്രീകൃത വോട്ടർമാർ, ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ, ഉദ്യോഗസ്ഥർ, പിന്നെ നായർ വോട്ട്. ഈ നായർ വോട്ടൊക്കെ കൂടി പരിഗണിക്കുമ്പോഴാണ് സുധീർ കരമനയ്ക്കും ഇതിനു മുമ്പ് സുരേന്ദ്രപിള്ളയ്ക്കും ഒക്കെ ഒരു എഡ്ജ് വെക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ BJP സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവിടെ നാഭീനാള ബന്ധമുള്ള പ്രവർത്തനമാണ് അവിടുത്തെ ഏറ്റവും അടിസ്ഥാനം. ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, തിരുവനന്തപുരത്ത് ജീവിച്ചിട്ടുള്ള അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കരമന ജയൻ എന്ന് പറഞ്ഞ ആൾ ആ മണ്ഡലത്തിൽ തന്നെ മാത്രമല്ല ഈ മണ്ഡലം ഉൾപ്പെടുന്ന സുചിതടൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തവണ മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJPക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായ സ്ഥലങ്ങളും വാർഡുകളും ഉൾപ്പെടുന്ന മണ്ഡലമാണത്. അത് മാത്രമല്ല അവരുടെ സംഘടനാപരമായ വർക്ക് അതിനകത്ത് ഭയങ്കര വലുതാണ്. അത് 11,000 വോട്ടിൽ നിന്നും 34,000 വോട്ട്. ശ്രീശാന്ത് മത്സരിക്കുമ്പോൾ പോലും 34,000 വോട്ട്. ശ്രീശാന്ത് ഏതാണ്ട് തുല്യമാണ്. ശ്രീശാന്ത് മത്സരിച്ചപ്പോഴോ കൃഷ്ണകുമാർ ജി ഒക്കെ മത്സരിച്ച സമയത്ത് അവിടെ അവർക്ക് അത്യാവശ്യം വോട്ട് ശ്രീശാന്ത് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഒരു കോമഡി ലൈനിലായിരുന്നു അല്ലേ. ചാക്ക മേൽപ്പാലം കൊണ്ടുവന്ന അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അതൊരു കോമഡി ലൈൻ. പക്ഷേ ഇപ്പോൾ അവർ ജില്ലാ പ്രസിഡന്റിനെ തന്നെ ഇറക്കുമ്പോൾ പൊളിറ്റിക്കൽ മത്സരത്തിന് തന്നെയാണ്. തീർച്ചയായിട്ടും അതും തിരുവനന്തപുരം സെൻട്രലിൽ തന്നെ പ്രവർത്തിച്ചത്. അതായത് BJP സംബന്ധിച്ചിടത്തോളം 2 ജില്ലയുണ്ടല്ലോ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പറഞ്ഞ് അവർ അഡ്രസ്സ് ചെയ്യുന്ന പ്രദേശത്തുള്ള ആളെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഏതാണ്ട് വാർഡിലെ കോർപ്പറേഷനിൽ 30 വാർഡുകൾ വരുന്നുണ്ട് അതിനകത്തല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞ പോലെ കുന്നുകുഴി, അതായത് കോർപ്പറേഷൻ വാർഡുകൾ മാത്രമല്ലേ ഉള്ളൂ. കോർപ്പറേഷൻ വാർഡുകൾ മാത്രമേ ഉള്ളൂ. കോർപ്പറേഷൻ വാർഡുകൾ മാത്രമേ ഉള്ളൂ. അതെ, അതിൽ പ്രധാനം ഈ പറഞ്ഞതാണ് ലാറ്റിൻ ബെൽറ്റ് വലിയ തോതിൽ. ലാറ്റിൻ ബെൽറ്റ് അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ കരുതുന്നത് അവിടെ അതേപോലെ തന്നെ ഇടതുപക്ഷ വോട്ട് അവിടെ ഉണ്ട്, പിന്നെ നായർ വോട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ സുധീർ കരമനയൊക്കെ ആണ് വരുന്നതെങ്കിൽ അധ്യാപകൻ എന്നുള്ള രീതിയിലുള്ള സാംസ്കാരിക പരിവേഷം, പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഹെറിറ്റേജ്, പിന്നെ ഇടത് ബന്ധങ്ങൾ ഒക്കെ കൂടെ ചേർത്ത് വെച്ചാൽ സുധീർ കരമനയ്ക്ക് അവിടെ എഡ്ജ് ഉണ്ടാവണം. ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ വോട്ടാണുള്ളത്. അതിൽ ഏകദേശം 1.25 ലക്ഷത്തോളം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടുന്നത് സാധാരണ. പക്ഷേ ആ 1.5 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഒരു പ്രശ്നം, അതായത് CP ജോണുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിജീവി ആണ് CP ജോൺ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. ആ പ്രശ്നത്തെ ഈ പ്രചരണത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ആന്റണി രാജു എന്നുള്ള പ്രശ്നത്തെ പ്രചരണത്തിലൂടെ പ്രശ്നമല്ല, ആ പരിചയക്കുറവ്. അതിലൊരു കാര്യമുണ്ട്, ബുദ്ധിജീവി ഇമേജ് വർക്കാവുന്നൊരു മണ്ഡലം അല്ല അത് അപ്പോൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ആന്റണി, അത് ശരിയാണ്, ഒരു മെയ് വഴക്കം വേണം അവിടെ. ആന്റണി രാജു കഴിഞ്ഞ തവണ 6000 ചില്ലുവാനം വോട്ടുകൾക്കാണ് അദ്ദേഹം ഭൂരിപക്ഷം അദ്ദേഹത്തിന് അത്രേ ഉള്ളൂ കഴിഞ്ഞ തവണ അവിടെ ജയിക്കുമ്പോൾ. ഈ പിന്നെ മണ്ഡലം ചൂസ് ചെയ്യാൻ പറഞ്ഞത് CP ജോണിനോട് തന്നെയാണ്. അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് അവിടെ. കാര്യം വർഷങ്ങളായി, മുമ്പ് സൂചിത്ത് പറഞ്ഞതുപോലെ കാലങ്ങളായി അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാളയം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനെ പറയാം. ഇപ്പോൾ ഏതാണ്ട് മത്സരം നടക്കുന്ന, ഇപ്പോൾ ആൽവിനോട് ക്ഷമിക്കണം, കരമന ജയനും സുധീർ കരമനയും തമ്മിൽ, ഒരേ ദേശപ്പേരുകാർ തമ്മിൽ ഉള്ളതായിരിക്കും അവിടുത്തെ മെയിൻ മത്സരം എന്നാണ് കരുതുന്നത്. കാരണം അടിസ്ഥാനപരമായി ആ നാട്ടിലെ മനുഷ്യരാണ്, ആ നാട്ടിൽ അറിയാവുന്ന ആൾക്കാർ ആണ് രണ്ടുപേരും. അവിടെ ഒരു ഔട്ട്സൈഡർ ഇമേജിലായിരിക്കും CP ജോണിന് ഫൈറ്റ് ചെയ്യേണ്ടി വരിക. ഔട്ട്സൈഡർ ഇമേജോട് കൂടി തന്നെ ആയിരിക്കും. അല്ല, ഞാൻ ഈ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇത് മറ്റൊരു ദേശത്തുനിന്ന് വരുന്ന ആളാണെന്നുള്ളൊരു ന്യൂനതയൊന്നും അല്ല CP ജോണിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഞാൻ പറഞ്ഞില്ല കേട്ടോ, തിരുവനന്തപുരത്ത് വളരെ പരിചിതനായ മനുഷ്യനാണ്. കാലങ്ങളായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അദ്ദേഹത്തെ വളരെ കൃത്യമായി അറിയാം. 1% പോലും ഈ CP ജോണിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വത്തിലെ പ്രശ്നമോ അദ്ദേഹം മോശക്കാരനാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും CP ജോണിനെ അറിയാം, വാർത്ത ശ്രദ്ധിക്കുന്നവർക്കറിയാം. പക്ഷേ തിരുവനന്തപുരം സെൻട്രലിലെ സാധാരണപ്പെട്ട മനുഷ്യർക്ക്, ഈ പറയുന്ന കോർപ്പറേഷൻ വാർഡുകൾ നമ്മൾ എണ്ണി പറഞ്ഞല്ലോ, 30 മേലോട്ടുള്ള വാർഡുകളിലെ ഒരു ഗ്രാമത്തിൽ കൊണ്ട് CP ജോണിനെ നിർത്തിയാൽ പരിചയപ്പെടുത്തേണ്ടി വരും. മറ്റു 2 പേർക്കും അതിൻ്റെ ആവശ്യം വരില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ CP ജോൺ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ UDFൻ്റെ പലപ്പോഴും ഈ പ്രകടന പത്രികകളൊക്കെ വളരെ പുറത്തു വരുന്ന സമയത്ത് അതിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ് CP ജോൺ. സാമ്പത്തികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് സാമൂഹികമായ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഈ പ്രകടന മാനിഫെസ്റ്റോ കമ്മിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ജനങ്ങളുമായി അടിസ്ഥാനപരമായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പഠിക്കുന്ന രാഷ്ട്രീയക്കാരനാണ്, ഇടപെടുന്ന രാഷ്ട്രീയക്കാരനാണ്, നിയമസഭയിൽ വരേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടെ
ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിലവിൽ ഈ മണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് സഭാ പിന്തുണ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ മണ്ഡലം കിടക്കുന്ന ഈ പറഞ്ഞ ഈ സ്ട്രെച്ചിലാണ്. അത് നഗരമേഖലയുണ്ട്, ഗ്രാമീണ മേഖലയുണ്ട് ഈ തിരുവനന്തപുരം മണ്ഡലത്തിനകത്ത്. ഈ ഗ്രാമീണ മേഖലയ്ക്കകത്ത് പ്രധാനമായും വരുന്ന തീരദേശ മേഖല നിരവധിയായിട്ടുള്ള വാർഡുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ. പക്ഷേ നിലവിൽ അവിടെ നിന്നുള്ള ഒരു പിന്തുണ ആദ്യഘട്ടത്തിലുള്ള ഒരു പിന്തുണയെന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥികളിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഒരാളോ എന്ന് കരുതി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നിലവിലുള്ളതിൽ CP ജോണിനെയാണെന്നാണ് എൻ്റെ ഒരു പ്രത്യേക വ്യക്തിപരമായ അഭിപ്രായമുള്ളത്. മാത്രമല്ല നിലവിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് സഭ പല വിഷയങ്ങളിലും ഇടതുപക്ഷത്തോട് അത്ര നല്ല സുഖകരമല്ല ഉള്ളത്. സഭയുടെ ഇടർച്ചയുണ്ട്. ഈ സാമുദായിക സമവാക്യമൊക്കെ CP ജോണിന് ചേർന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ലത്തീൻ സമുദായം തന്നെയല്ലേ അല്ലേ? അല്ല, അദ്ദേഹം RC ആണ്, കാത്തലിക്കാണ്. പക്ഷേ ലാറ്റിൻ ബിഷപ്പുമാരുമൊക്കെ നല്ല ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. ആന്റണി രാജുവിനുണ്ടായിരുന്ന വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമുദായിക കാര്യം. അതുകൊണ്ടാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെയാണ് ചെറിയ വോട്ടിലാണെങ്കിലും അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. അല്ല, അതേസമയം തന്നെ നായർ ബെൽറ്റ് അവിടെ സ്ട്രോങ് ആണ്. അതെ, ആ ബെൽറ്റിന്റെ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ആവുന്നതനുസരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്തവണത്തെ വിധി ഉണ്ടാവുക. ആ മണ്ഡലം രസകരമാണ്. അല്ല, തീർച്ചയായും ഏതായാലും വോട്ടും കെട്ടനും നമ്മൾ ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് മണ്ഡലത്തിന്റെ ചിത്രം തെളിഞ്ഞെന്നുള്ള ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ അല്ലേ, പിന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം മുതൽ പല ജാതി മനുഷ്യര്, പല തരക്കാര്, പല ശ്രേണിയിൽപ്പെട്ട ആൾക്കാർ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു പൊതു സ്വഭാവ മണ്ഡലത്തിന് കാണാൻ പറ്റുന്ന കേരളം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി രണ്ടാമതൊരു കാര്യം, നിലവിൽ ഇത്തവണത്തെ പ്രകടനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കരമന ജയൻ പിടിക്കുന്ന വോട്ടുകൾ ഇതിൽ നിർണായകമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിനുള്ള അടിസ്ഥാനപരമായ കാരണം ഈ ഗ്രാമീണ മേഖലയിൽ ഇടപെടുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരുമല, വലിയവിള, പൂജപ്പുര, വലിയശാല തുടങ്ങി ഇങ്ങനെ വരുന്ന ഒരു സ്ട്രെച്ചുണ്ട്. ഈ സ്ട്രെച്ചിനകത്ത് മുഴുവൻ ഇപ്പം അതൊരു പ്രശ്നമാണ്. മാത്രമല്ല അവിടെ UDF-ന് വലിയ പ്രാതിനിധ്യമുള്ള വാർഡുകൾ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. എന്തായാലും പിന്നെ തിരുവനന്തപുരം നഗരമണ്ഡലങ്ങളിൽ പൊതുവെ UDF-ന്റെ സംഘടനാ സംവിധാനം ശോചനീയമാണ്. അതെ, തീർച്ചയായിട്ടും കാലമായിട്ട് തന്നെ. മാത്രമല്ല മത്സരം നല്ല രീതിയിൽ ഉണ്ടാവും. നമുക്ക് അങ്ങനെ പ്രതീക്ഷ. മത്സരം നല്ല രീതിയിൽ ഉണ്ടായതൊരു താരമണ്ഡലമായി മാറുമെന്നാണ് ഇപ്പോൾ ഈ വോട്ടും കെട്ടലിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള വാർത്തകൾ കൂടി വ്യക്തമാക്കുന്നത്. വലിയ ഓളം ഉണ്ടാകില്ല എന്ന് കരുതിയ ഒരു മണ്ഡലം കൂടി ഒരു പ്രധാന മണ്ഡലമായി സ്റ്റാർ മണ്ഡലമായി മാറുകയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത നീക്കവുമായിട്ടാണ് ഇപ്പോൾ LDF രംഗത്തെത്തിയിരിക്കുന്നത്. സുധീർ കരമന സ്ഥാനാർത്ഥിയായി എത്തുന്നു. മറുവശത്ത് UDF-ന്റെ സ്റ്റാർ ക്യാമ്പയിനറായി സ്റ്റാർ കാൻഡിഡേറ്റായി CP ജോൺ ഉണ്ട്. ഒപ്പം ഒട്ടും വിട്ടുകൊടുക്കാതെ BJP-യും ഉണ്ട്. BJP-യുടെ തിരുവനന്തപുരം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കരമന ജയൻ അവിടെ മത്സരിക്കുന്നു. അങ്ങനെ മറ്റൊരു താരപരിവേഷമുള്ള മണ്ഡലമായി ഇപ്പോൾ തിരുവനന്തപുരം മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഇത്തവണത്തെ വിധിയെഴുത്ത് വലിയ ആവേശകരമായ പോരാട്ടമായിരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. വോട്ടും കെട്ടൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.